എന്തിനാ ഈ മുഅ്മിനീങ്ങൾ ഈ ആശ്വാസ കേന്ദ്രങ്ങൾ തേടി ഇങ്ങനെ വരുന്നത്? അവർ വരുന്നിടത്ത് ആശുപത്രികളൊന്നുമില്ലേ? അവർ വരുന്നിടത്ത് ചികിത്സാ സംവിധാനങ്ങളില്ലേ? ഇതിനപ്പുറം എന്തോ അവർക്ക് ലഭ്യമാകുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായത്തിന്റെ 82-ാമത്തെ വാക്യം, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. പരിശുദ്ധ ഖുർആൻ ശിഫാ ആണ്. ഇമാമുന ഖുർത്തുബിയും ഇമാമുന ത്വബരിയും വിശദീകരിച്ചത് കാണാം. എന്താ ഖുർആൻ ശിഫാ എന്ന് പറഞ്ഞാൽ? അത് മാനസിക രോഗങ്ങൾക്ക് ശിഫാ ആണ്. കാരണം ഖുർആൻ ഓതുമ്പോൾ സമാശ്വാസം കിട്ടും. അപ്രകാരം ശാരീരിക രോഗങ്ങൾക്കും ശിഫാ ആണ്. ഇമാം ഖുർത്തുബി വിശദീകരിക്കുന്നുണ്ട്. ഒരു രീതി, ശുദ്ധമായൊരു പാത്രം എടുക്കുക, ഖുർആൻ വചനങ്ങൾ ഓതുക, അത് കഴുകി കുടിക്കുക, രോഗം മാറും. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേര് തന്നെയും മസ്അല പഠിപ്പിക്കുന്ന, ചോദ്യം പഠിപ്പിക്കുന്ന ആയത്ത് നിന്നാണ്, സൂറത്ത് നിന്നാണ്. ചോദ്യം പഠിപ്പിക്കുന്നത്, എങ്ങനെയാ റബ്ബിനോട് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത്. ആ ചോദിക്കുന്നത് എങ്ങനെയാന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന അതേ ഈ സൂറത്തെടുത്തിട്ടാണ് സഹാബി വര്യന്മാർ പാമ്പ് കടിച്ച് ബുദ്ധിമുട്ടായി മരിക്കാൻ കിടക്കുന്ന ഗോത്രത്തലവനെ മന്ത്രിച്ചൂതുന്നത്. ഓർക്കറിയില്ലായിരുന്നോ ഇത് ചോദ്യം പഠിപ്പിക്കുന്നതാണ്? ഇത് മന്ത്രിച്ചൂതാനുള്ളതല്ല, ഇത് നിസ്കരിക്കുമ്പോൾ ഓതേണ്ടതാണ്. സഹാബി വര്യന്മാർക്ക് അറിയില്ലായിരുന്നോ? അവര് യാത്ര ചെയ്ത് വരികയാണ്. അല്ലെ, ഒരു ഗോത്രത്തലവൻ വിഷം തീണ്ടിയിട്ട് മരിക്കാൻ പോണു, എല്ലാ ചികിത്സയും തോറ്റെടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ നല്ല തേജസ്വികളാണല്ലോ, നിങ്ങൾ ആരെങ്കിലും ഒന്നൊന്ന് മന്ത്രിച്ചൂതി എന്നും പറഞ്ഞ് അവർ വിളിച്ചോണ്ട് പോവാണ്. സഹാബി വര്യന്മാര് പോകുന്നു, മന്ത്രിച്ചൂതുന്നു. എന്നിട്ട് അവർക്ക് പ്രതിഫലമായി 30 ആടുകളെ ലഭിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവരിങ്ങനെ പോരെയാണ്. ഇയാള് രോഗമൊക്കെ മാറി, ഇയാൾ ഉഷാറായി, ഗോത്രത്തലവൻ ഉഷാറായി. അപ്പോ പോരുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഒരു തർക്കം വന്നു. മന്ത്രിച്ചൂതാൻ പറ്റുമോ എന്നുള്ളിടത്തല്ല, മന്ത്രിച്ചൂതിയിട്ട് 30 ആടിനൊക്കെ പ്രതിഫലം വാങ്ങാൻ പറ്റുമോ? കൊല്ലാക്കാനെ കൊണ്ട് ഉദിപ്പിച്ചിട്ട് 50 റുപ്യ കൊടുക്കണ മാതിരിയല്ല, 30 ആട്. ആ തർക്കവുമായി അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. റസൂൽ തമാശ രൂപേണ അതിന് മറുപടി പറഞ്ഞത്, കറി വെക്കുമ്പോ ഒരു വിഹിതം എനിക്കും തരണട്ടോന്ന്. പറ്റുമോ? പറ്റൂലേ? സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതാനുള്ളതാണെന്ന്, അത് ചോദ്യം പഠിപ്പിക്കുന്നതാണെന്ന് ഇങ്ങനെ പലതും പറയുന്നിടത്ത് പണ്ഡിതന്മാർ ഒന്നുകൂടെ പറയുന്നുണ്ട്, അത് സൂറത്തു ഷിഫാ, അത് ശമനം നൽകുന്ന സൂറത്താകുന്നു.